സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തമ്മിലൊക്കെ കണ്ടപോലെ തന്നെ ഒരു മെഗാറാം ചാലഞ്ചാണ് നടത്തുവാൻ വേണ്ടി പോകുന്നത്. സോ മെഗാറാം ചാലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലംബോർഗിനി വേഴ്സസ് നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ വന്ന ഒരു കിടുക്കച്ച് ലംബോർഗിനിയാണ്. സോ അതിൻ്റെ പേരെന്തോന്നായിരുന്നു? ലംബോർഗിനി ടെർസോ അങ്ങനത്തെ എന്തോ ആണ് അതിൻ്റെ പേര് വരുന്നത്. സോ എന്തായാലും നമ്മളിന്ന് ന്യൂ ലംബോർഗിനി വേഴ്സസ് ഓൾഡ് ലംബോർഗിനി ചാലഞ്ചാണ് നടത്തുവാൻ വേണ്ടി പോകുന്നത്, അത് മെഗാറാം. നമ്മളെങ്കിൽ ഇതിൻ്റെ മുന്നേ ഒരു മെഗാറാം ചാലഞ്ച് നടത്തിയിരുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, റോക്കി ബൈൻ്റെ ബൈക്ക് വേഴ്സസ് ട്രോൺ ബൈക്ക് ആയിരുന്നു. അപ്പോൾ അതിൽ ജയിച്ചത് ട്രോൺ ബൈക്കാണ്. സോ നമ്മുടെ സബ്സ്ക്രൈബർ റിവെഞ്ച് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. സോ എന്തായാലും റോക്കി ബൈ റിവെഞ്ച് എടുക്കുന്നതായിരിക്കും. സോ നമുക്കാണെങ്കിൽ ഇന്നത്തെ ചാലഞ്ചിലോട്ടേക്ക് പോകാം. സോ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ലംബോർഗിനിയാണ്. സോ ഒരുപാട് എക്സൈറ്റഡ് ആണ്, കാരണം നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. സോ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല, കാരണം ഇത് നമ്മുടെ ഓടിക്കുമ്പോഴെല്ലാം നമ്മളതിനെ തെറിച്ചു പോകുന്നതായിരിക്കും. സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റത്തെ റാമ്പ് ചാടിച്ചിട്ടുണ്ട്. സോ നമ്മൾ തെറിക്കൂ ഗൈസ്. സേഫ് ലാൻഡിങ് ആയിരുന്നു, പക്ഷേങ്കിൽ ബാക്കിലത്തെ സാധനം എല്ലാം ഇടിഞ്ഞു പോവുകയാണ്. സോ നോ പ്രോബ്ലം, നല്ല സ്മൂത്തിലാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിലാണെങ്കിൽ ഈവനിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളവർ വീഡിയോ കണ്ടില്ലെങ്കിലും മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിലോട്ടേക്കുള്ള പിൻഡ് കമൻറ്റ് ചെക്ക് ചെയ്യുക. സോ ഞാനാണെങ്കിൽ അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. സോ ഈ റാമ്പും കൂടെ ചാടിക്കാനുള്ളൂ, ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫാണ്. സോ ഗൈസ്, തെറ്റിപ്പോവോ അതിൻ്റെ അറ്റത്താണ് പോകുന്നത്. തെറിച്ചു ഗൈസ്, തെറിച്ചു പോയിട്ടില്ല, സേഫാണ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടാണ് നമ്മുടെ സാധാ ലംബോർഗിനി ജയിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാർഡസ്റ്റ് റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ നമുക്ക് ഇനി സെക്കൻഡ് റൗണ്ടിലോട്ടേക്ക് പോകാം. സോ ഗൈസ്, ഞാനാണെങ്കിൽ ഇവിടെ ഒരു പുതിയ ലംബോർഗിനി സ്പോൺ ചെയ്തിട്ടുണ്ട്, കാരണം പഴയത് മറിഞ്ഞിട്ടാണുള്ളത്, അതുകൊണ്ട് തന്നെ ഓടിക്കാനൊന്നും പറ്റില്ല. സോ ഇത് എത്തുമ്പോൾ നമുക്ക് കണ്ടേനാണ് ബെസ്റ്റ്. ഫസ്റ്റ് തന്നെ കൺട്രോളൊക്കെ തെറ്റുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഇതാണ് ഹാർഡസ്റ്റ് റൗണ്ട്. എന്തായാലും അറിയില്ല പറ്റുമോ. ഒരു സത്യം പറയുവാണെങ്കിൽ ഇങ്ങനത്തെ മെഗാ റാമ്പിലൊക്കെ കാർ ഓടിക്കുന്നത് നല്ല ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ കാണുന്ന പോലെ ആയിരിക്കില്ല, അധികം കൺട്രോളൊന്നും കിട്ടില്ല. അങ്ങനെ കേസ് എത്താനായിട്ടുണ്ട്. സോ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു, പക്ഷേ ഇതാണെങ്കിൽ അവിടെ എത്തും തന്നെയാണ് തോന്നുന്നത്. ഇനി അധികം ഡിഫിക്കൽട്ടൊന്നുമില്ല, ഫസ്റ്റത്തെ ഒരു ഇതിലെ ഡിഫിക്കൽട്ടെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. കൺട്രോൾ ഇറ്റിയോ ഇത് പോകുന്നതാണെന്ന് തോന്നുന്നു. ഇത് പ്രശ്നമില്ല. പോയി നോക്കണ്ട, അത് പോയിട്ടുണ്ട്. സോ അവിടെ സ്പീഡ് കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, താഴെപ്പോയി നമ്മൾ തെറിക്കുമോ? എന്തായാലും നമുക്ക് അതും കൂടെ കാണാം. ഇപ്പോഴും നമ്മുടെ കാറിൽ തന്നെയുണ്ട്, തെറിക്കുക. സ്മൂത്തായിരുന്നു. സോ പ്രശ്നമൊന്നുമില്ല. സോ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സാധാ ലംബോർഗിനിൻ്റെ പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.4 നമ്മുടെ സാധാ ലംബോർഗിനി. ഇനിയാണ് നമ്മളുടെ മോഡിഫൈഡ് അല്ല, ലംബോർഗിനി ടെർസോ എടുക്കുന്നത്. സോ ഇതെനിക്ക് എത്തുന്ന നല്ല വിശ്വാസമുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ എൻ്റെ പൊന്നോ കിണ്ണം കാച്ച സാധനം തന്നെ. അങ്ങനെ ഫസ്റ്റ് റാമ്പ് ചാടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ സ്പീഡൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ബാലൻസ് തെറ്റാണ്ടിരുന്നാൽ മതി, ഇവിടുന്ന് തെറ്റിയെല്ലാം തീരുന്നതായിരിക്കും. പക്ഷേങ്കിൽ ബാലൻസ് ഒന്നും പോയില്ല, ഇപ്പോൾ സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഇതേപോലെ പോയാൽ എന്തായാലും നമ്മുടെ ഈ ഒരു ലംബോർഗിനി ടെർസോ മാത്രമേ ജയിക്കത്തുള്ളൂ. അങ്ങനെ അവസാനത്തെ റാമ്പും കൂടെ ചാടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചാടിച്ചിട്ടുണ്ട്. ഇതെന്തായാലും പറ്റൂല എന്ന് തോന്നുന്നു, ഓൾറെഡി ബാലൻസ് തെറ്റിയിട്ടേ ഇല്ലേ. സോ ലംബോർഗിനി ടെർസോന് ഇപ്പോൾ 0 പോയിൻറ്റ്സ്. അതിന് പോയിൻറ്റ്സ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കാരണം റാമ്പ് ഇത് ഒരു റാമ്പിന് ലെങ്ത്ത് ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും അവസാനത്തെ തീരുമാനം ഇങ്ങനെയാണ്, അതായത് ലംബോർഗിനി ടെർസോന് ഇപ്പോൾ 1 പോയിൻ്റാണുള്ളത്. സോ ഇപ്പോൾ ടൈ ആണ്. ഈ റൗണ്ടും കൂടെ ലംബോർഗിനി ടെർസോ ജയിച്ചിട്ടുണ്ടെങ്കിൽ നോ ചാൻസ് ഫോർ നമ്മുടെ സാധാ ലംബോർഗിനി. ഇത് നമ്മുടെ ഈ ഒരു ലംബോർഗിനി ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ ലംബോർഗിനിക്ക് ഒരു ചാൻസും ഇല്ല, ക്ലിയർ ആയിട്ട് ഔട്ടാകുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ഈ ഒരു ലംബോർഗിനി ഒരു ലെങ്ത് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവർ പോയിൻ്റ് കൊടുക്കുന്നത്. ജസ്റ്റ് മിസ്സിനാണ് പോയത്, അറിയാണ്ട് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോയിൻറ്റും കൊടുക്കുന്നത്. സോ ഇപ്പോൾ ലംബോർഗിനി ടെർസോനിലെ പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1. സോ ഇതും കൂടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലംബോർഗിനി ടെർസോ ജയിക്കുന്നതായിരിക്കും. അഥവാ ഈ റൗണ്ടിൽ ഈ ഒരു ലംബോർഗിനി പുറത്തേറ്റുണ്ടെങ്കിൽ ഇനി ഞാൻ മനസ്സിലാവാത്തവർക്ക് പറയാം, കാരണം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. സോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഒരു മെഗാ റാം ചാലഞ്ച് ഈ ഒരു ലെംബോർഗിനിയും പിന്നെ നമ്മുടെ സാധാ ലെംബോർഗിനിയും തമ്മിൽ ടൈ ആയിട്ടുണ്ടെങ്കിൽ സോ നമുക്കറിയാം രണ്ടിനും ഒരേ പവറായിരിക്കും ഉണ്ടാവുക. സോ അതുതന്നെ നമുക്ക് ഒന്നെടുത്താൽ പോരെ, എന്തിനാണ് ഈ ഒരു ലെംബോർഗിനി കൊണ്ടുവന്നത് ഈ ഗെയിമിൽ. സോ അത്ര തന്നെ. അങ്ങനെ നമ്മുടെ ലെംബോർഗിനി ടെർസോ എങ്കിൽ മറിഞ്ഞ് കിടക്കുകയായിരുന്നു, പക്ഷേ നമ്മൾ എങ്ങനെയോ അതെടുത്തു. അങ്ങനെ ലെംബോർഗിനി ടെർസോ ആണ് ഇന്നത്തെ ചാലഞ്ചിൻ്റെ വിന്നറായിട്ടുള്ളത്. അങ്ങനെ ഇന്നത്തെ മെഗാ റാം ചാലഞ്ചിൻ്റെ വിന്നറാണ് ലെംബോർഗിനി ടെർസോ. അല്ലെങ്കിൽ നമുക്കിത് ടൈ ആണെന്നും പറയാം, കാരണം നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയുന്ന പോലെ തന്നെ ജസ്റ്റ് മിസ്സിനാണ് അവർക്കൊരു പോയിൻ്റ് കിട്ടിയത്. അല്ലെങ്കിൽ ശരിക്കും അവർ പോയിൻ്റ് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. പക്ഷെ എന്തായാലും നമ്മളൊരു പോയിൻ്റ് കൊടുത്തു, കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നല്ലല്ലോ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോ കാണുന്നതിന് പ്രതീക്ഷയോടെ ഗുഡ് ബൈ ഫ്രണ്ട്സ്. ബൈ ബൈ.